أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وصحبه أجمعين. أشهد أن لا إله إلا الله وأشهد أن محمدا رسول الله. اللهم صل وسلم وبارك عليه. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു, അതിൻ്റെ ഭാഗം ഒന്ന് നോക്കാം, അതിൻ്റെ ഒരു വിശദീകരണം. തസ്രീഫുൽ അഫ്ആലിൽ മാദിയത്തി, മാദിയായ ഫിഇലുകളെ സർഫ് ചെയ്യൽ. മാദിയായ ഫിഇലുകൾ, ലോകത്ത് ഏതെല്ലാം മാദിയായ ഫിഇലുകളുണ്ടോ ആ ഫിഇലുകളെ മുഴുവൻ സർഫാക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു സാമ്പിളാണ് നമ്മൾ പറയുന്നത്. ഫസ്ലുൻ, ഒരധ്യായമാണ്. ഫി അംസിലത്തി തസ്രീഫി ഹാദിഹിൽ അഫ്ആൽ, ഈ ഫിഅലുകളെ സർഫാക്കുന്ന രൂപങ്ങളിൽ പറയുന്ന അധ്യായമാണ്. ഈ എന്ന് പറഞ്ഞാൽ മാദിയായ ഫിഅലുകൾ. മാദിയായ ഫിഅലുകളെ എങ്ങനെയാണ് നമ്മൾ മാറ്റം വരുത്തുക, വ്യത്യസ്ത രൂപങ്ങളിലേക്ക് എങ്ങനെ മാറ്റം വരുത്തും എന്നതിനെക്കുറിച്ച് പറയുന്ന അധ്യായമാണ്. നോക്കാം. അമ്മൽ മാലി, അപ്പോൾ മാലി എന്താ? മാലി എന്ന് പറഞ്ഞാൽ ഫഹുവൽ ഫിഇലു, അതൊരു ക്രിയയാണ്, ഫിഇലാണ്. അല്ലദീ, എങ്ങനെയുള്ളതായ ഫിഇലാണ്. ദല്ല, അത് അറിയിച്ചിരിക്കുന്നു. അലാ മഅനൻ, ഒരാശയത്തിൻ്റെ മേൽ, ഒരാശയത്തിൻ്റെ മേൽ അറിയിച്ചിട്ടുണ്ട്, ഒരർത്ഥത്തിൻ്റെ മേൽ അറിയിച്ചിട്ടുണ്ട്. എങ്ങനെയുള്ള അർത്ഥമാണ്? ഉജിദ ഫിസ്സമാനിൽ മാദി, കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ, കഴിഞ്ഞുപോയ കാലത്തുണ്ടായ ഒരാശയത്തിൻ്റെ മേൽ അറിയിച്ചു. അപ്പോൾ നസറ, സഹായം ചെയ്യുക എന്ന പ്രവർത്തനം സംഭവിച്ചു എന്നതിൻ്റെ അർത്ഥം. കതബ, എഴുതുക എന്ന പ്രവർത്തനം കഴിഞ്ഞുപോയ കാലത്ത് സംഭവിച്ചു. എഴുതി, ചുരുക്കി പറയുമ്പോൾ എഴുതി, സഹായിച്ചു, വായിച്ചു, നടന്നു, പോയി എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഈ കഴിഞ്ഞുപോയ പാസ്റ്റ് ടെൻസിൽ, കഴിഞ്ഞുപോയ കാലത്ത് ഉണ്ടായ ഒരാശയത്തിൻ്റെ മേൽ, ഒരർത്ഥത്തിൻ്റെ മേൽ അറിയിക്കുന്ന ഫീലിനേക്കാണ് മാലി എന്ന് പറയാം. അപ്പൊ അതില് അങ്ങനെയുള്ള മാലിയായ ഫീൽ എന്ന് പറഞ്ഞാൽ അതാണ്. ഫൽ മബ്നിയു ലിൽ ഫാഇലി, ഫാഇലിനു വേണ്ടി എടുക്കപ്പെടുന്നത്, മിൻഹു, മാലിയായ ഫീലിൽ നിന്നും ഫാഇലിനു വേണ്ടി എടുക്കപ്പെടുന്നത്, അതായത് മഅറൂഫ് എന്നർത്ഥം. മറ്റേത് മഫ്ഊലിന് വേണ്ടി എടുക്കപ്പെടുന്നതാണ് മജ്ഹൂല്. അതിലെന്തുണ്ടാവില്ല? ഫാഇൽ ഉണ്ടാവില്ല. ഫാഇലിനു വേണ്ടി എടുക്കപ്പെടുന്നതായ മാലിയായ ഫീല് എന്ന് പറഞ്ഞാൽ മാ ഒന്നാണ്, ഒരു ഫീലാണ്. കാന അവ്വലുഹു മഫ്തൂഹൻ, അതിൻ്റെ ആദ്യ അക്ഷരം ഫത്ഹ് വെക്കപ്പെട്ടതാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. മാലിയായ ഫീലിൽ മഅറൂഫായി വരുന്ന സമയം മാലിയായ ഫീലിൻ്റെ പ്രത്യേകത, അതിൻ്റെ ആദ്യത്തെ ലെറ്റർ, തുടക്കം ഫത്ഹ് വെക്കപ്പെട്ടതാണ്. അല്ലെങ്കിലോ ഔ കാന അവ്വലു മുതഹർരിക്കിൻ മിൻഹു, ആ ഫിഇലിൽ നിന്നുള്ള ഹറക്കത്തുള്ള അക്ഷരങ്ങളിൽ ആദ്യം, സുക്കൂനല്ല കേട്ടോ, സുക്കൂന് ഹറക്കത്തല്ല, ഹറക്കത്തുള്ള അക്ഷരങ്ങളിൽ ആദ്യത്തത് മഫ്തൂഹൻ, ഫത്ഹ് വെക്കപ്പെട്ടതാണ്. ഇവിടെ നിങ്ങൾക്ക് നസറ എന്ന് കാണുമ്പോൾ മനസ്സിലാവും. നസറ പിന്നെ അതിൻ്റെ ഹർക്കത്ത് ഫസ്റ്റ് തന്നെ ഫത്ഹാണ്. ഇപ്പം പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ ഇഫ്തഅല, ഇൻഫഅല, കണ്ടോ, ഇൻഫഅല. ഞാനിപ്പോൾ
അടിവരട്ടത് ഇൻഫാൽ. അതായത് നോക്കി, ഇൻഫാലയിൽ ആ അലിഫ് എന്താകാൻ കഴിയില്ല, നമ്മൾ ഉച്ചരിക്കൂല, കൂട്ടി പറയുന്ന സമയത്ത് ഉച്ചരിക്കൂല. അതിൽ ഹർക്കത്തുള്ളത് ഏതാണ്? ഫ ആണ്. ആ ഫായിനക്ക് ഫത്ഹല്ലേ? ഫത്ഹാണ്. ഇഫ്തഅലയിലും അങ്ങനെ തന്നെയാണ്. താ ആണ് ഹർക്കത്തുള്ളത്, അതിന് ഫത്ഹാണ്. തകർക്കുക. അഫ്അല അല്ല, അവിടെ അല്ല, ഇഫ് അല്ല, അവിടെ നോക്കുക, ആ അലിഫോട് ഉച്ചരിക്കൂല. ഫായിനിക്ക് പിന്നെ ഹർക്കത്തില്ല, ഐനിക്കാണ് ഹർക്കത്തുള്ളത്. ആ ഐനിക്ക് ഫത്ഹാണ്. അപ്പം മഅറൂഫായ മാളിയായ ഫീലിൻ്റെ പ്രത്യേകത ആ ഫിഇലിൻ്റെ തുടക്കത്തിലുള്ള ഹറക്കത്ത് ഫത്ഹ് വെക്കപ്പെട്ടതായിരിക്കും, അല്ലെങ്കിൽ ആ ഫിഇലിൻ്റെ അക്ഷരങ്ങളിൽ ഹറക്കത്തുള്ള ആദ്യത്തെ ലെറ്ററിന് ഫത്ഹായിരിക്കും. മനസ്സിലായോ? ഓക്കെ ആണോ? അത് എപ്പോഴും പറയുന്ന അക്ഷരമാണ് ആന്നുള്ളത്, അത് മാറ്റില്ല. ആ അലിഫ് ഉച്ചരിക്കും, നിർബന്ധമായിട്ട് ഉച്ചരിക്കണം അവിടെ ആന്ന്. അത് ഫത്ഹാണ് അവിടെ. അതെ അതെ, അത് ആദ്യത്തേതാണ്. ആ അലിഫ് എപ്പോഴും ഉച്ചരിക്കണം പറഞ്ഞാൽ, തുടങ്ങുകയാണെങ്കിലും ഉച്ചരിക്കണം, ഇടയിലാണെങ്കിലും ഉച്ചരിക്കണം. വ അഫ് അല എന്നാണല്ലോ പറയാം നമ്മൾ. ഇപ്പോൾ ഇന്ന അൻസൽനാഹു എന്നല്ലേ നമ്മൾ ഓതുക. ഇന്ന അൻസൽന, അലിഫ് ഉച്ചരിക്കേണ്ട അലിഫാണ്, അത് പോണ അലിഫല്ല. ചേർത്തി ഓതുമ്പോൾ പോണ അലിഫല്ല, നേരെ മറിച്ച് ചേർത്തി ഓതുമ്പോൾ പോണ അലിഫ് നമ്മൾ കൂട്ടൂല, അതിൻ്റെ അർക്കത്ത് നമ്മൾ എന്താവൂല, കൂട്ടൂല. ഏത് ചേർത്തി ഓതുമ്പോൾ പോകുന്നത് ഏതാണെന്ന്? അത് ഈ ഇതിൽ ഹംസന്റെ ചിഹ്നം ഉണ്ടാവും. ഇവിടെ ഒരു ഹംസന്റെ ചെറിയ ചിഹ്നം കണ്ട, അലിഫിന്റെ മേലെ ഒരു ഹംസന്റെ ചിഹ്നം കണ്ട. അതെ, അങ്ങനെ ഉണ്ടാവും. അല്ല, ഞാനിപ്പോൾ ഇപ്പം പെട്ടെന്ന് മനസ്സിലാകാൻ പറഞ്ഞാണ്. അത് ഇനി അലിഫിന്റെ ഇങ്ങനെ ചേർന്ന് വരുന്ന അലിഫിനെ കുറിച്ചും ഇങ്ങനെ പോകാത്ത അലിഫിനെ കുറിച്ചും ഒരു അധ്യായം ഉണ്ട്. അപ്പൊ അതിലേക്ക് എത്തുന്നതിന് മുമ്പ് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിട്ട് പറഞ്ഞു. യെസ്, നിർബന്ധമായിട്ട് വിടണം. ഇതൊക്കെ ഇവിടെ കണ്ടോ, അംസിലത്ത്. നമ്മൾ തുടങ്ങത്തിൽ കണ്ട അംസിലത്ത്, അതുപോലെ അത് ഫി അംസിലത്തി, ഫിംസിലത്തി എന്നല്ല പറയാം, ഫി അംസിലത്തി. ഇനി നോക്കാം, ഹാദിഹിൽ അഫ്ആലു, അവിടെ കണ്ടിട്ട് കണ്ടോ, ഇങ്ങനെ പോയേക്ക്. ഇതവിടെ ഒന്നും ഇല്ലല്ലോ. ഫിസ്സമാൻ എന്നുള്ളടത്ത് അലിഫും അല്ലല്ലോ, അൽമാദി എന്നുള്ളടത്ത് അലിഫും അല്ലല്ലോ, ഫൽ മബനി എന്നുള്ളടത്ത് ഒരു അലിഫും ഉണ്ടായില്ലല്ലോ. നോക്ക്, മാ അവിടെ അല്ല, കാന അവ്വലുഹു ഉണ്ടോ, അവിടെ ആണ് ഹംസണ്ട്. ഔവിന് ഹംസണ്ട്, അവ്വലു, അങ്ങനെ എന്തുണ്ടാവും, ഉണ്ടാവും. അതേ ഇസ്മിലും അങ്ങനെ എന്താ പറയാ, ഹംസ വരും. ഏത്? പോകാത്തത്. ചേർത്തി ഓതുമ്പോൾ പോകാത്തതും ചേർത്തി ഓതുമ്പോൾ പോകണതും വരും. ഇസ്മിലും വരും, ഫീലിലും വരും. നമ്മൾ ഫീലിൻ്റെ തന്നെ ഇപ്പോൾ ഇഫ് അല്ല എന്ന് പറഞ്ഞു. ഇനി ഇസ്മിൽ പോണത് കുൽഹു അള്ളാഹു, ഹുവ അള്ളാഹു എന്നല്ല നമ്മൾ ഓതുന്നത്, കുൽ ഹുവ അള്ളാഹു എന്നല്ല ഓതുക, കുൽ ഹുവ അള്ളാഹു. ആ വാവിന് ശേഷം നേരെ ലാമാണ് നമ്മൾ തഫ്ഹീം ചെയ്ത് ഉച്ചരിക്കൽ. ഒരു ബാബു വരും ശേഷം ഇൻഷാ അല്ലാഹ്. ഇപ്പം ഈ നിയമം നമ്മൾ എഴുതണം കേട്ടോ, ഈ നിയമം എഴുതണം. അതായത് മഅറൂഫായ മാളിയായ ഫിഇലിനെ തിരിച്ചറിയാനുള്ള അടയാളം അതിൻ്റെ ആദ്യത്തെ ലെറ്ററിന് ഫത്ഹായിരിക്കും, അല്ലെങ്കിൽ ഹർക്കത്തുള്ളതിൽ ആദ്യത്തെ ലെറ്ററിന് ഫത്ഹായിരിക്കും. ഇത് നിയമമാണ്. ഓക്കെ. നസറ ആദ്യത്തെ ലെറ്ററിന് ഫത്ത് അല്ലേ? നസറ നസറ നസറു, നസറത്ത് നസറത്ത നസർന, നസർത്ത നസർത്തുമാ നസർത്തും, നസർത്തി നസർത്തുമാ നസർത്തുന്ന, നസർത്തു നസർന. കേട്ടോ, ഏത് മാതി എടുത്തു നോക്കും നിങ്ങൾ, ആ 14 രൂപത്തിൽ ഏതും എടുത്തു നോക്കും.
തുടക്കത്തിൽ എന്താണ്? ഫത്ഹാണ്. ഇനി അടുത്ത് നോക്കി, വഖിസ്, നീ ചേർത്തി പറഞ്ഞു, അലാഹാദ, ഇതിൻ്റെ മേൽ, ഇതേപോലെ തന്നെ ആദ്യത്തതിന് ഫത്ഹായിട്ട് തന്നെ പറഞ്ഞോ. അഫ് അല, അഫ് അല എന്നുള്ളതിനെ സർഫാക്കുമ്പോൾ എങ്ങനെ വരും? അഫ് അല, അഫ് അല, അഫ് അലു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സർഫാക്കിയത് അഫ് അല, അഫ് അല, അഫ് അലു, അഫ് അലത്ത്, അഫ് അലത്ത, അഫ് അൽന, അഫ് അൽത്ത, അഫ് അൽത്തുമ, അഫ് അൽത്തും. ഇനി ഒക്കെ നോക്കി, ഫഅലി അങ്ങനെ തന്നെ, ഫഅലി അങ്ങനെ തന്നെ, ഫഅലല, തഫഅലല, വതഫഅല, വതഫഅല. ഇവിടെ ഒരു സംശയം ശേഷമുള്ള ഞാൻ നേരത്തെ പറഞ്ഞു, വൻഫഅല, ആ വാവിന് ശേഷം നമ്മൾ നേരെ ഉച്ചരിക്കുന്ന അക്ഷരം നൂനാണ്. അരിഫ് നമ്മൾ ഉച്ചരിക്കണേ ഇല്ല, ഇടയിൽ വന്നുകൊണ്ട്. അപ്പോൾ ഇടയിൽ വന്ന് ഉച്ചാരണമില്ലാത്ത അലിഫുകളുടെ ഹർക്കത്ത് നമ്മൾ പരിഗണിക്കൂല. പിന്നെ അവിടെ ഫ ആണ് കാണുന്നത്. ആ ഫ എനിക്ക് ഫത്ഹല്ലേ, ഫത്ഹാണ്. സർഫാക്കുന്ന സമയത്ത് ഇൻഫഅല, ഇൻഫഅല, ഇൻഫഅലു, ഇൻഫഅലത്, ഇൻഫഅലത, ഇൻഫഅൽന. കഴിഞ്ഞോ? ഇൻഫഅൽത, ഇൻഫഅൽതുമ, ഇൻഫഅൽതും, ഇൻഫഅൽതി, ഇൻഫഅൽതുമ, ഇൻഫഅൽതുന്ന. ഇഫ്തഅല, ഇഫ്തഅല, ഇഫ്തഅലു, ഇഫ്അല്ല, ഇഫ്അല്ല, ഇഫ്അലു. അങ്ങനെ തന്നെ എല്ലാതും അൻസർഫ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഒന്ന് പറയാം. ആ അറക്കത്തു അക്ഷരങ്ങൾ വേറുണ്ടല്ലോ അതിന്റെ മുമ്പ്. ഏത്? ആ ആദ്യത്തെ ഫത്ഹ് ഉള്ളത് ശരി, അതിന് മുമ്പ് അക്ഷരങ്ങൾ വേറുണ്ടല്ലോ, അതിനെ കുറിച്ച് അത് വേറെ പറയാൻ കാരണം അതിന് മുമ്പ് അക്ഷരങ്ങളുണ്ടല്ലോ. അപ്പൊ അക്ഷരങ്ങളുടെ ഒന്നിരിക്കും എന്തായിരിക്കും, ആദ്യത്തെ ലെറ്ററിന് തന്നെ ഫത്ഹായിരിക്കും, അല്ലെങ്കിൽ ഹർക്കത്തുള്ളതിൽ ആദ്യത്തതിന് ഫത്ഹായിരിക്കും. വല തുഴുത്തബറു, ശ്രദ്ധിക്കണേ, വല തുഴുത്തബറു, പരിഗണിക്കപ്പെടുകയില്ല. ഹറക്കാത്തു ഹാദിഹിൽ അലിഫാത്തി, ഈ അലിഫുകളുടെ ഹറക്കത്തുകൾ പരിഗണിക്കപ്പെടുകയില്ല. ഫിൽ അവാഇലി, തുടക്കത്തിലുള്ള ഈ അലിഫുകളുടെ, ഇതിപ്പോൾ ഇൻഫഅല മുതൽ പുറത്തേക്കുള്ള കേട്ടോ. അപ്പോൾ അതിൻ്റെ ഹർക്കത്തുകൾ പരിഗണിക്കപ്പെടുകയില്ല. എന്താ പരിഗണിക്കാതിരിക്കാൻ കാരണം? ഫഇന്നഹ, തീർച്ചയായും അവകൾ സായിദത്തുൻ, സായിദയാണ്, കൂടുതലായി വന്നതാണ്. എങ്ങനെയുള്ള സായിദ? തസ്ബുതു ഫിൽ ഇബ്തിദാഇ, തുടക്കത്തിൽ ഉണ്ടാകും, തുടക്കത്തിൽ ഉണ്ടാകുന്ന സായിദയാണ്. തസ്ബുതു ഫിദ് ദർജി, ഇടയിൽ നഷ്ടപ്പെടുകയും ചെയ്യും. ദർജ് എന്ന് പറഞ്ഞാൽ ഇടയിൽ വെച്ച് നഷ്ടപ്പെടുകയും തുടക്കത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്ന സായിദയായതാണ്. അപ്പൊ തുടക്കത്തിൽ അത് സ്ഥിരപ്പെടും, ഇടയിൽ വെച്ച് അതുണ്ടാവുകയും ചെയ്യും, നഷ്ടപ്പെടുകയും ചെയ്യും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? വൻഫഅല, വാവ് വന്നതുകൊണ്ട് വൻഫഅല, നേരെ ഏതാ നമ്മൾ ഉച്ചരിച്ചത്? അലിഫ് ഉച്ചരിച്ചില്ലല്ലോ, ഇടയിൽ വെച്ച് ഇനിയിപ്പോൾ തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ മറ്റേ ഇസ്മിലും അങ്ങനെ തന്നെ വരിക. ഖുൽ ഹുവല്ലാഹു അഹദ്, അള്ളാഹു, അവിടെ തുടങ്ങുമ്പോൾ അള്ളാഹു എന്ന് പറയും. ഇതുപോലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനി, അവിടെ ബിസ്മില്ലാഹിർ റഹ്മാനി എന്നുള്ള അലിഫ് ഉച്ചരിച്ചില്ല, അർ റഹ്മാൻ എന്നുള്ളത്. പക്ഷെ നമ്മൾ അർ റഹ്മാനിർ റഹീം എന്ന് പറയുമ്പോൾ അലിഫ് ഉച്ചരിച്ചു തുടങ്ങുമ്പോൾ. ഇനി നോക്കണേ, ഈ നിയമം എഴുതണേ, ഇപ്പോൾ പറഞ്ഞ നിയമം. ഈ രണ്ടാമത്തെ നിയമം, മാദിയിൽ ഒന്നാമത്തെ നിയമമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി വൽ മബ്നിയുലിൽ മഫ്ഊലി മിൻഹു, ശ്രദ്ധിക്കണേ, ഇതിപ്പോൾ ഫായിലിന് വേണ്ടി എടുക്കപ്പെട്ടതാണ് മുകളിൽ നമ്മൾ പറഞ്ഞത്.
ഇനി വൽ മബ്നിയു എടുക്കപ്പെട്ടത്, രൂപീകരിക്കപ്പെട്ടത്, ലിൽ മഫ്ഊലി മിൻഹു മാദിയിൽ നിന്നും മഫ്ഊലിനു വേണ്ടി എടുക്കപ്പെട്ടത്, വഹുവ അത്, അല്ലതി ഒന്നാണ്, ലം യുസമ്മ ഫായിലുഹു അതിൻ്റെ ഫായിൽ അറിയപ്പെട്ടിട്ടില്ല, ഫായിൽ പറയപ്പെട്ടിട്ടില്ല, ഫായിൽ പേര് പറയപ്പെട്ടിട്ടില്ല. അങ്ങനെയുള്ള മഫ്ഊലിനു വേണ്ടി എടുക്കപ്പെടുന്ന മാലിയായ ഫീല് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചോ, മാ ഒന്നാണ്, കാന അവ്വലുഹു മദ്മൂമാ അതിൻ്റെ തുടക്കം എന്താണ്, ലമ്മു വെക്കപ്പെട്ടതായിരിക്കും. മറ്റേത് ഫത്ഹയെന്ന് പറഞ്ഞു, ഇതിൻ്റെ തുടക്കം തന്നെ ലമ്മായിരിക്കും. ഇതുപോലെ കഫുഇല, ഫുഇലില, ഉഫുഇല, ഫൂഇല, വഫുഇല, വതുഫുഇല, വതുഫൂഇല, വതുഫുഇലില തുടക്കം ലമ്മാണ്. അതാ മറ്റേത് രണ്ടാം പോയിന്റ്. ഔ കാന അവ്വലു മുതഹർരികിൻ മിൻഹു എങ്കിൽ അതിൻ്റെ ഹറക്കത്തുള്ളതിൽ വെച്ച് ആദ്യത്തത് മദ്മൂം ലമ്മുവാക്കപ്പെട്ടതാവും. നഹ്വുഫ്തുഇല, നഹ്വുഫ്തുഇല എന്നുള്ളതിന് ശേഷം അലിഫ് വായിച്ചില്ല എന്നല്ല, ഉച്ചരിച്ചില്ല. നഹ്വുഫ്തുഇല വസ്തുഫുഇല ഉണ്ടോ, തു തായിനിക്ക് ലമ്മു കൊടുത്തു, അതാണ് അറക്കത്തുള്ളത്. ഇവിടെയും താ ആണ് വന്നത്, ലമ്മു കൊടുത്തു. ഉഫ്തുഇല അതുപോലെ ഉസ്തുഫ്ഇല ഒറ്റക്ക് വായിക്കുകയാണെങ്കിൽ വാവൊന്നും ഇല്ലാതെ ഇടയിലല്ലാതെ വായിക്കുകയാണെങ്കിൽ ഉഫ്തുഇല എന്ന് വായിക്കണം, ഉസ്തുഫ്ഇല എന്ന് വായിക്കണം, ഉസ്തുഫ്ഇല എന്ന് വായിക്കണം. ഇല്ലല്ല അല്ല, അതാ ആ നിയമം പറയണം. ഹംസത്തുൽ വസ്ലി, വസ്ലിന്റെ ഹംസ, അതാണ് ഇപ്പൊ ഈ പറയപ്പെട്ട തുടക്കത്തിലുള്ള ഹംസ, ചേർന്ന് വരുമ്പോൾ പോണ ഹംസ. ഈ ഹംസ തത്ബഉ പിൻപറ്റും, ഹാദൽ മദ്മൂമ ഈ ലമ്മു വെക്കപ്പെട്ടതിനോട്, ഇപ്പൊ പറഞ്ഞ ഫസ്റ്റ് ലമ്മു അതിനോട് പിൻപറ്റും, ഫില്ലമ്മി ലമ്മിന്റെ വിഷയത്തിൽ. അപ്പൊ അത് ഇതിനോട് പിൻപറ്റിയിട്ട് അതിനും എന്ത് കൊടുക്കണം, ലമ്മു കൊടുക്കണം. അപ്പൊ യെസ് നോക്കണേ, ഇപ്പൊ പറഞ്ഞത് മാലിയെ തിരിച്ചറിയാൻ, മാലി മജ്ഹൂലിനെ തിരിച്ചറിയാനുള്ള അടയാളം അതിൻ്റെ തുടക്കം ലമ്മു വെക്കപ്പെട്ടതായിരിക്കും, അല്ലെങ്കിൽ ഹറക്കത്തുള്ളതിൽ വെച്ച് ആദ്യത്തതിനിക്ക് ലമ്മു വെക്കപ്പെട്ടതായിരിക്കും. തീർന്നിട്ടില്ല. വമാ ഖബ്ല ആഖിരിഹി, അവസാനത്തതിന് മുമ്പുള്ളത്, അതായത് അവസാനത്തെ ലെറ്ററിന് മുമ്പുള്ളത്, യക്കൂനു അതാകും, മക്സൂറൻ കസ്ർ വെക്കപ്പെട്ടതാകും, അബദൻ എപ്പോഴും കസ്ർ വെക്കപ്പെട്ടതായി. മറ്റോടത്തോ മഅറൂഫിൽ അത് പറഞ്ഞിട്ടില്ല. മഅറൂഫിൽ ചിലപ്പോൾ കസ്റായിരിക്കും, ചിലപ്പോൾ ഫത്ഹ് ആയിരിക്കും, ചിലപ്പോൾ ലമ്മു ആയിരിക്കും. ഫഅല, സമിഅ ഉണ്ടോ അവിടെ കസ്റ, മഅറൂഫിൽ സമിഅ, ശരിബ കസ്റ. ഇനി കറുമ ലമ്മുണ്ട്, കറുമ, ഹസുന ലമ്മു അല്ലേ, അവിടെ അതാ പറഞ്ഞു മഅറൂഫിൽ ഈ നിയമല്ലാന്ന്. ഏത് അവസാനത്തതിന് മുമ്പുള്ളത് ഇല്ല, പക്ഷെ ഇതില് അവസാനത്തതിന് മുമ്പുള്ളത് മാലിയിൽ കേട്ടോ, അവസാനത്തതിന് മുമ്പുള്ളത് എപ്പോഴും എന്തായിരിക്കും, കസ്റായിരിക്കും. അതിന് സമിഅന്റെ മജ്ഹൂലായാലും സുമിഅ തന്നെ, കതബന്റെ മജ്ഹൂലായാലും കുത്തിബ തന്നെ, ഹസുനന്റെ മജ്ഹൂലായാലും ഹുസിന തന്നെ, ഒരു വ്യത്യാസമല്ല. ഇതൊരു ഏകീകരിച്ച രൂപമുണ്ട്. വമാ ഖബ്ല ആഖിരിഹി യകൂനു മക്സൂറൻ അബദൻ, അവസാനത്തതിന് മുമ്പുള്ളത് എപ്പോഴും കസ്ർ വെക്കപ്പെട്ടതാവും. നഹ്വേതുപോലെ നുസിറ സൈദുൻ, സെയ്ദ് സഹായിക്കപ്പെട്ടു, നുസിറ, നസറ എന്നിരുന്നു അതിൻ്റെ മഅറൂഫ്, മജ്ഹൂലായപ്പോൾ നുസിറ എന്നായി. വസ്തുഖ്രിജൽ മാലു, വസ്തുഖ്രിജ ഉണ്ടോ, അവസാനത്തിന് മുമ്പുള്ളത് ജീമാണ്, അതിൻ്റെ മുമ്പുള്ളത് കസ്റാണ്. അപ്പോൾ നമുക്ക് പറയാം അഫ്അല, അഫ്അൽ എന്തായിരിക്കും അതിൻ്റെ മജ്ഹൂല്, അഫ്അലിൻ്റെ മജ്ഹൂൽ എന്തായിരിക്കും, ഉഫ്ഇല, യെസ് ഉഫ്ഇല. ഫഅലന്റെ മജ്ഹൂല് ഫുഇല, ഫഅലന്റെ മജ്ഹൂല്
അതാ ഇവിടെ പറഞ്ഞിരിക്കണല്ലേ ഫൂഇല അല്ലേ, തുഫുഇല, തുഫൂഇല, തുഫുഇല. അപ്പൊ ഇവിടെ ഉഫ്തുഇല, ഉസ്തുഫ്ഇല, ഇത് ഇവിടെ എന്ത് മാത്രമേ പറഞ്ഞുള്ളൂ? ഇഫ്തഅലന്റെയും ഇസ്തഫ്അലന്റെയും മാത്രമേ പറഞ്ഞുള്ളൂ ഉദാഹരണം. ബാക്കിയുള്ളതൊക്കെ ലാസിമാണ്, അതിന് മജൂലുണ്ടാവില്ല. തഫാഅല, തഫാഅലന്റെ തുഫൂഇല, തഫഅലന്റെ തുഫുഇല, ഫാഅലന്റെ ഫൂഇല, തഫഅല, തഫഅലന്റെ തുഫുഇലില. യെസ്, തഫഅല. സർഫാക്കുമ്പോൾ നമ്മൾ മജ്ബൂൽ സർഫാക്കിയ മഅറൂഫ് സർഫാക്കിയ പോലെ തന്നെ നുസിറ, നുസിറ, നുസുറു എന്ന് നമ്മൾ എവിടെ പഠിച്ചു? മീസാനിൽ പഠിച്ചു. അത് മാത്രം നമ്മൾ നിർത്താൻ പാടില്ല. ഇവിടെ സർഫാക്കുമ്പോൾ ഉഫ്ഇല, ഉഫ്ഇല, ഉഫ്ഇലു, ഉഫ്ഇലത്, ഉഫ്ഇലത, ഉഫ്ഇൽന, ഫൂഇല, ഫൂഇല, ഫൂഇലു, ഫൂഇലത്, ഫൂഇലത, ഫൂഇല, ഫൂഇല, ഫൂഇലു, ഫൂഇലത്, ഫൂഇലത, തുഫുഇലില, തുഫുഇ ആ സർഫാക്കിയ റാഫിക, തുഫുഇലില. ആ ശരിയാണ്. യെസ്, സിമ്പിളാണ്. ഇനി ഉസ്തുഖ്രിജ, നമ്മൾ ഡോക്ടർ സാഹിബ് സർഫാക്കി ഉസ്തുഖ്രിജ. ആ ആ ഉം, ഉം, യെസ്. ഇനി നമ്മളെ നമ്മളെ ഫാറൂഖ് ഭായ് ഉജ് തുമിയാട്ട, ഇജ്തമഅന്റെ മജ്ഹൂല് ഉജ് തുമിയ. ആ ആ അല്ല, ഉജു അല്ല, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. ഉജു തു, ഉജു തുമിഅത, ഉജു തുമിഅതുമാ. ആ ഞാൻ പറയാം. ആദ്യം ഉജുത്തുമിയ, 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 ഉജുത്തുമിയോ, അത് കുഴപ്പമില്ല. അടുത്തത് പിന്നെ ഉജുത്തുമി അത്ത്, പെണ്ണ്, പെണ്ണായുമ്പോ ഉജുത്തുമി അച്ച്, ഉജുത്തുമി അത്ത, ഉജുത്തുമി അവിടെ കഴിഞ്ഞു. അത് ശരിയായി, അതുവരെ ശരിയായി. പിന്നെ പിന്നെ ഉജു തുമിഴ്ത്ത, ഉജ് തുമിഴ്ത്ത, ഉജു തുമിഴ്ത്തുമാ. അവിടെ ഉം, ആ, യെസ്, ശരിയാണ്. അഫ്സലെ, അഫ്സലിന് സിമ്പിൾ ആയത് കൊടുക്കാം. ഫുഇല, ഫുഇല സിമ്പിളാണ്, ഏറ്റവും സിമ്പിളാണ്. അഫ്സലില്ലേ, പോയാ? അതന്നെ ഫുഇല, ഫുഇല, ഫുഇലു, സിമ്പിളാ. ആ ആ ആ യെസ്, ക്ലിയർ ആണ്. അപ്പോൾ ഈ ഭാഗം ഓക്കെ അല്ലേ? ഇപ്പോൾ നമുക്ക് മാലിയായ ഫീൽ എവിടെ കണ്ടാലും പ്രശ്നമില്ലല്ലോ, കിട്ടൂലേ? ഏ മാലിയ, ഞാൻ ഒരു ഖുർആനത്തെ ഒരു പേജ് എടുക്കും. ആ ഓക്കെ, ഓക്കെ, പറഞ്ഞത് മാലിയായ ഫീലുകളുടെ മാലി രണ്ട് വിധം. ഒന്ന് മഅറൂഫ്, ഒന്ന് മജ്ഹൂല്. മാലി മഅറൂഫ്, മജ്ഹൂല്. മാലി മഅറൂഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ തുടക്കം ഫത്ഹ ആയിരിക്കും. ഫത്ഹ. ഇപ്പൊ ഉദാഹരണം പറയാം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ്, ഖലഖ.
അതാണ് ഫീല്. ഖലഖ. ഇനി തുടക്കം എന്തായിരിക്കും? ഫത്ഹായിരിക്കും. അല്ലെങ്കിൽ ഹർക്കത്തുള്ളതിൽ, പരിഗണനീയമായ ഹർക്കത്തുള്ളതിൽ ആദ്യത്തെ ലെറ്റർ ഫത്ഹയായിരിക്കും. അതുകൊണ്ട് അത് ഇങ്ങനെ ചേർക്കുമ്പോൾ പരിഗണനീയമല്ലാത്ത ഹർക്കത്ത് ഒഴിവാക്കാൻ മതി. അലിഫുമ്മ വരുന്ന ഹർക്കത്ത് ഒഴിവാക്കാം, അത് പരിഗണിക്കില്ല. അപ്പോൾ മഅറൂഫിൽ തുടക്കം ഫത്ഹയായിരിക്കും. അല്ലെങ്കിൽ ഇത് കടിക്കണം അവനെ വിളിക്കുക. ഒരു മിനിറ്റ്. അപ്പോൾ ഇനി മജ്ഹൂലാവുമ്പോൾ ആദ്യത്തതിന് ലമ്മായിരിക്കും. ഒന്നിച്ച് ചേർത്തി പറയട്ടെ. ആദ്യത്തത് ലമ്മായിരിക്കും, അവസാനത്തിന് മുമ്പുള്ളത് കസ്റായിരിക്കും. അല്ലെങ്കിൽ ഹർക്കത്തുള്ളതിൽ ആദ്യത്തതിന് ലമ്മായിരിക്കും, അവസാനത്തിന് മുമ്പുള്ളത് കസ്റായിരിക്കും. ഇതാണ് ഇപ്പോൾ പറഞ്ഞത്. അതെ, ഈ രണ്ട് നിയമമാണ് ഇപ്പൊ ഇത്രയും നേരം നമ്മൾ ഇതിൽ പറഞ്ഞു, മാദിയായ ഫീൽഡ് പറഞ്ഞു. ഇതേ മാദിയായ ഫീൽഡ് വരുള്ളൂ നിയമങ്ങളായിട്ട്. മുഅറബ് മബിനി എന്ന് പറഞ്ഞിട്ട് രണ്ട് ഇസ്മിനെ മൊത്തത്തിൽ രണ്ട് രൂപമായിട്ട് തിരിക്കലുണ്ട്. ഈ മബിനി അല്ല കേട്ടോ, ഇപ്പൊ നമ്മൾ എടുത്ത മബിനി അല്ല പറയണേ. ഇസ്മിനെ രണ്ട് രൂപത്തിൽ തിരിക്കലുണ്ട്. ഒന്ന് മുഅറബ്, ഒന്ന് മബിനി. മുഅറബ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മാറ്റം വരുന്ന ഇസ്മുകളില്ലേ, സൈദൻ, സൈദുൻ, സൈദിൻ, അവസാനത്തിൽ മാറ്റം വരുന്നത്, അതിനാണ് മുഅറബ് എന്ന് പറയുന്നത്. മബിനി എന്ന് പറഞ്ഞാൽ ഒരു മാറ്റം അല്ലാത്തത്. ഹഉലായി, ഹഉലായി, അവിടെ ഹഉലായി എപ്പോഴും ഹഉലായി ഹഉലായി എന്ന് തന്നെ പറയുള്ളൂ. ഹഉലാ, ഹഉലായി, ഹഉലാ എന്നൊന്നും പറയില്ല. ഹഉലായി. അതുകൊണ്ട് നമ്മൾ ഒരു മാറ്റമല്ലാത്ത ആളുകളെ എന്താ ഹഉലായിയെ പോലെ എന്ന് ചോദിക്കും. ഒരു മാറ്റമല്ല, ഓൻ എന്തോ ഒരു വ്യത്യാസം ഇല്ലെങ്കിൽ ഓൻ അങ്ങനെ പറയുന്നു. അതുകൊണ്ടാണ് വ്യത്യാസം. ഇവിടെ മബിനി എന്ന് പറഞ്ഞാൽ എടുക്കപ്പെടുന്നത് എന്നർത്ഥം. അതിന്റെ ലഫ്ളൻ അർത്ഥം എടുക്കപ്പെടുന്നത്. ബന, ബന എന്നുള്ളതിന്റെ, അതെ, അതിന്റെ ഇസ്മു മഫ്ഊലാണ് മബിനി. ഈ മബിനി. മറ്റേത് സാങ്കേതികമായൊരു മീനിങ് ആണ് മബിനി എന്ന് പറഞ്ഞാൽ. ഇപ്പം നമ്മൾ പട്ടിക എന്ന് പറഞ്ഞാൽ പല അർത്ഥം ഉണ്ടല്ലോ. ഉസ്താദ് പട്ടിക എന്ന് പറയുമ്പോൾ ഉസ്താദിൻ്റെ അടുക്കൽ പട്ടിക എന്ന് പറഞ്ഞാൽ ഹാജർ പട്ടികയാണ്. ഒരു ആശാരിയുടെ അടുക്കൽ പട്ടിക എന്ന് പറയുമ്പോൾ വേറൊന്നാണ്. അങ്ങനെയൊക്കെ ആ രൂപത്തിൽ ഇവിടെ മബിനിയെന്ന് നഹ്വിൽ പറയുമ്പോൾ മുഅറബ് മബിനി എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നതാണ്. ഇത് പിന്നെ ലഫ്ളം അർത്ഥം. ഏത് മബിനി എന്ന് പറഞ്ഞാൽ എടുക്കപ്പെടുന്നത്. ഫായിലിന് വേണ്ടി എടുക്കപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ മഅറൂഫ്, മഫ്ഊലിന് വേണ്ടി എടുക്കപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ മജ്ഹൂൽ. ഇതാണ് പൈലുള്ളത്. ഇതിൽ രണ്ട് നിയമമാണുള്ളത്. ആ രണ്ട് നിയമം അതൊന്ന് നോട്ട് ചെയ്യണം. അതുപോലെ ഞാൻ ഒരു ഖുർആന്റെ പേജ് കാണിക്കാൻ. കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? സ്ക്രീന് കാണുന്നുണ്ടോ? ഏതെങ്കിലും ഒരു പേജ് എടുക്കാം. ഈ ഫസ്റ്റ് വരിയിൽ ഒരു മാദിയായ ഫീൽ ഉണ്ട്. ഏതെന്ന് പറയാൻ പറ്റുമോ? ഫസ്റ്റ് വരിയിൽ യെസ്. ഞങ്ങൾ പറയുന്നത് പ്രതീക്ഷിച്ച മാദിയല്ല, വേറൊന്നും കൂടി ഉണ്ട്. അതാണ് നമ്മൾ റാക്കാന്നുള്ളത് ഇപ്പൊ പറയേണ്ടതില്ലായിരുന്നു, പക്ഷെ നിങ്ങൾ പറഞ്ഞു. ശരി തന്നെയാണ്. എന്നുള്ളത് മാദിയാണ്, അതുപോലെ കഫറു എന്നുള്ളത് മാദിയാണ്. പിന്നെ രണ്ടാമത്തേലുണ്ടോ? ഉണ്ടോ? ഇല്ല. മൂന്നാമത്തേലുണ്ടോ? മജ്ഹൂല് അല്ലേ? ഖുലിക മജ്ഹൂല്. യെസ്.
ഉണ്ട്. അപ്പോൾ 3 വരിയിൽ ഇപ്പോൾ 2 ഫീൽ 3 ഫീൽ കിട്ടി. ഇനി നാലാമത്തേലുണ്ടോ? വേണ്ട, അവസാനത്തത് ഫത്ത് തന്നെ. അവസാനത്തത് ഫത്ത് തന്നെ. അല്ല, അവസാനത്തത് ഫത്തഹേ വരൂ. കാരണം നമ്മൾ അതിന്റെ മഅറൂഫിൽ ഫത്ത് കാണണം വന്നിരിക്കണം. അഫ് അല, ഫ അല, ഫ അല, നസറ, അതൊക്കെ ഫത്ത് തന്നെയാണല്ലോ. വ്യത്യാസം മഅറൂഫിൽ നിന്ന് വ്യത്യാസം വരുന്നത് അവസാനത്തിന് മുമ്പുള്ളതിന് കസ്റാവുന്നേ ഉള്ളൂ. അവസാനത്തത് നേരത്തെ മഅറൂഫിൽ എന്താണുള്ളത് അതേപോലെ തന്നെ. ഇത് ഖലഖ എന്നാണ്. ഖലഖ എന്നുള്ളത് ഖുലിഖ എന്നായി. അപ്പോൾ 1 2 3 4 അഞ്ചാമത്തേലുണ്ടോ? അഞ്ചാമത്തേല് ഈ വരിയില് കഫറും ഉണ്ട്. ഓക്കെ, വേറെ വേറെ ഉണ്ടോ? നിങ്ങള് അതില്ല. ദാ ഈ സാധനം എന്താ? കുന്തും. അത് നമ്മള് അത് കാനന്റെ ഇതാണ്. കാന കാന കാനു കാനത്തു കാനത്ത കുന്ന കുന്ത കുന്തുമാന്ന പേര്. യെസ്, ഇത് നോക്കി നിങ്ങള്. ഇതാ ഇതിലില്ല. ഇതാ ഇത് പറയാം. ഈ വരിയിലുണ്ടോ നോക്കി. ഞാനിപ്പോ അടിവരട്ടെ കേട്ടോ. ഉസ്തുഹുസിയാണ് അവിടെ നിങ്ങൾ ഊന്ന് ഇട്ടിക്കുന്നുണ്ട്. നിങ്ങൾ ആ അലിഫുമ സൈലന്റ് എന്നുള്ളതിന്റെ വസ്ലിന്റെ ചിഹ്നം കണ്ടോ? വലക്കദിസ്തുഹുസിഅ. ഇത് ഇസ്തഹ്സ ആണ്. ആ റദ്ദുണ്ട്. റദ്ദ് വേറുണ്ട്. അത് ഇതാണ് മറ്റേ അവസാനം ഐൻഫീലും നാംഫീലും ഒന്നായത്. ഓക്കെ, മുഴത്തല്ലിന്റെ നമ്മൾ കുറച്ചൊക്കെ മനസ്സിലാവുണ്ടല്ലോ. ഇതിലുണ്ടോ അതിന്റെ അടിയിലുള്ളതിൽ? ഇതില് ഇപ്പൊ വരച്ചുകൊണ്ടിരിക്കണതില് അതില് ഹാക്ക. യെസ്, 2. ഓക്കെ. പിന്നെ കാൻ 3 ഉണ്ടായില്ല. ഹാക്ക എന്നുള്ളതും സഹിറു എന്നുള്ളതും കാൻ ഉണ്ടോ? അതാണ് ഇപ്പം നമ്മൾ നോക്കുമ്പോൾ എളുപ്പമായിട്ട് മനസ്സിലാവും. ഇനി വേറൊരു പേജും കൂടി എടുക്കാം. ഒറ്റ മിനിറ്റ്. ഒരു 250-ാമത്തെ പേജ് എടുക്കും. 250 59. ആ ഫസ്റ്റ് വരിയിലുണ്ടോ? കാല. യെസ്. പിന്നെ ഇനിയുണ്ടോ? ഇല്ലല്ല, അത് അമ്രാണ്. ഉദ്കുർ എന്നുള്ള അമ്ര. ഇതാ ഇനിയുണ്ട്. രണ്ടാമത്തെ വരിയിലുണ്ടോ? അഞ്ച എന്നാണ്. അഞ്ച കുന്നുള്ളത് മഫൂലാട്ടോ. അത് ഇതാണ് നജാന്നില്ലേ. നജ രക്ഷപ്പെട്ടു. അഞ്ച രക്ഷപ്പെടുത്തി. യെസ്, അതെ, അഫല. ഈ വരി ഏത്? അത് മുലാരി അല്ലേ? മുലാരി നമ്മൾ പറയാം. അത് നാളെ മുലാരി പറയാം. അപ്പൊ നമുക്ക് ഇതിലുണ്ടോ നോക്കി. യെസ്, ഇതുണ്ട്. തഅദ്ദന ഇത് തഅദ്ദന മലയാണ്. ഞാനിപ്പോ അടി വരച്ചതിലുണ്ടോ? പിന്നെ പിന്നെ അല്ല, ല അസീദൻ. അല്ല, അത് മാലി പറയും. ല അസീദന്ന കഫർതു. ല അസീദന്നക്കും ശകർത്തും കഫർത്തും. വണ്ടിയുടെ ബാക്കിലൊക്കെ ഇങ്ങനെ എഴുതിയിരിക്കുന്നതാണ്. ശകർത്തും ല അസീദന്നക്കും. അല്ല, അത് എഴുതണ്ടെന്നാ പറഞ്ഞു ഞാന്. ഖുർആനായത്ത് എഴുതുന്ന സമയത്ത് അതിന്റെ പവിത്രത നമ്മൾ സൂക്ഷിക്കണം. അവിടെ മറ്റ് നരസും ചളിയൊക്കെ ആകുന്ന സ്ഥലത്ത് അത് എഴുതി വെക്കാൻ പാടില്ല. അങ്ങനെ ഉസ്താദ്മാർ പറിച്ചില്ല. അപ്പൊ അതിനതേ അതില് അത് പ്രശ്നമല്ല.
അത് പ്രശ്നമല്ല. ഇതേ ഫോണ്ടിലും അക്ഷരത്തിലും തന്നെ എഴുതും. പോട്ടെ, അത് നമുക്ക് പിന്നെ പറയാം. അപ്പൊ അതിൽ കണ്ടില്ലേ, ഇനി ഇതിലുണ്ടോ ഈ അവസാനത്തായത്തിൽ ഒന്ന് നോക്കി നിങ്ങൾ. ആ കാലത്ത് പിന്നെ ഇല്ല, കഴിഞ്ഞോ? കാലു, ഓക്കെ. പിന്നെ കാലത്ത് കാലു. ഇല്ല, ഒന്ന് നോക്കി ഒന്നുകൂടി. മുതാരി, അത് മുതാരി. കാന, കാന, യെസ്. കാന. യഅ്ബുദു ഏതാ? മാലിയാണോ? നമ്മൾ മാലി, മാലിയുടെ ഭാഗങ്ങളാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞത്. മാലി ഈ നമ്മൾ പഠിച്ച രൂപത്തിൽ അവസാനം ഫത്ഹ്, അത് ആദ്യം ഫത്ഹ്, അവസാനത്തിന്റെ മുമ്പുള്ളത് കസ്ർ, ആദ്യത്തത് ലമ്മ്, ഈ രൂപത്തിലല്ലാതെ ഒരു മാലിയെ നമുക്ക് കാണാൻ കഴിയില്ല, ഒരു ഫീലിംഗ് കാണാൻ കഴിയില്ല. അപ്പൊ നമ്മൾ ഈ മറ്റേ ലമ്മ് അവസാനം വരുന്നത്, അത് ഏകവചനത്തിൽ ലമ്മ് വരുന്നത് മാലിയാവില്ല. അപ്പൊ യഅ്ബുദു ചിലപ്പോൾ ലമ്മ് വരും. ഇവിടെ കഫറ കഫറ കഫറു, അവിടെ വരും. അവിടെ കഫറു എന്നുള്ളത് ലമ്മാണ്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച ആ നിയമപ്രകാരമാണ്. ക്ലിയർ അല്ലേ? ഇനി മാലി നമുക്ക് കണ്ടുകൂടെ? ഇതേപോലെ നമ്മൾ ഇനി ഖുർആൻ ഓതുന്ന സമയത്ത് ഒക്കെ നമുക്ക് മാലി കാണാൻ പറ്റും. ഈ ഫസ്റ്റ് വരിയിലൊരു മാലി ഉണ്ട്. ഇതിൽ ഞാനിപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത് അതല്ല, ഇതിലൊരു മാലി ഉണ്ട്. ഉജിത, യെസ്. പിന്നെയുണ്ട് കാന, കാന. പിന്നെ ഇതൊക്കെ പിന്നെ മാലി തന്നെയാണ്. യെസ്, നോക്കാം. മുലാരി നമുക്കൊന്ന് തുടങ്ങി വെക്കാം. മുലാരി എന്ന് പറഞ്ഞാൽ ഒന്നും നമുക്ക് മനസ്സിലാക്കുന്നിടത്തൊരു പ്രശ്നം പാടില്ല. അതിൻ്റെ തുടക്കത്തിൽ 4 അക്ഷരങ്ങളിൽ ഒന്നുണ്ടാവും, ഏത് മുലാരി. അതിന് അത്തൈന എന്നുള്ള 4 അക്ഷരങ്ങളിൽ തുടക്കം ഏതെല്ലാം ഉണ്ടോ അത് വരും. അതിന് മുത്തല്ലായതിലും വരും, ഇങ്ങനെ ഷദ്ദുള്ളയിലും വരും, ഷദ്ദില്ലാത്തതിലും വരും, എല്ലാത്തിലും വരും. അലിഫ്, താ, അലിഫ്, നൂന്, യാ, താ. ഖുർആനിൽ നമുക്ക് നോക്കുക. ഇത് തന്നെ പറഞ്ഞോളൂ, ഏതുണ്ടാവും പറഞ്ഞോളി. ഉദ്കുറു അല്ല, അത് അമ്രാണ്. അത് മൂസാ നബിയുടെ സമൂഹത്തോട് മൂസാ നബിയുടെ സമൂഹത്തോട് അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹം നിങ്ങൾ ഓർക്കൂ എന്ന് പറഞ്ഞതിനെ നബിയെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. യസൂമൂനക്കും, യെസ് അല്ലെ, യസൂമൂന, യാ വന്ന് കണ്ടോ. പിന്നെ അടുത്ത് രണ്ടും പറയാം. ഇത് മാറൂഫ മജൂല, യസൂമൂന മാറൂഫ മജൂല. മുതാരി തന്നെയാണ്. അതിൽ മാറൂഫ മജൂല വരും. ഇത് മാറൂഫ മജൂല അല്ല, അഞ്ചാ അത് മറ്റേതാണ്, അൻസല മാലിയാണ്. അത് അതാ ഞാൻ പറഞ്ഞേ, മുലാറത്തിന്റെ അലിഫും മുലാറത്തിന്റെ താവും മുലാറത്തിന്റെ യാവും മുലാറത്തിന്റെ ന്യൂനും വരണം. എല്ലാ അലിഫും അല്ല. അപ്പൊ അക്കല എന്നുള്ളതിന്റെ തുടക്കത്തിലും അലിഫുണ്ടല്ലോ, അക്കല അത് മാതിയാണല്ലോ. ഏയ് അക്കല എന്നുള്ള ഇപ്പൊ വേറെ പറയാ, തഈബ ക്ഷീണിച്ചു, അത് മാതിയാണ്.
താ ആണ് തുടക്കം. നമ്മളിപ്പോ ഈ പറഞ്ഞത് മുലാറത്തിന്റെ സായിദയായ അക്ഷരങ്ങൾ വരണം, അസ്ലിയായതല്ല. അപ്പൊ യസൂമൂനക്കും ഇനി ഉണ്ടായില്ലേ, ഇനി ആയത്തിലുണ്ടോ? ദബ്ബഹ ദബ്ബഹ യുദബ്ബിഹു കണ്ടോ, യുദബ്ബിഹു യുദബ്ബിഹാനി യുദബ്ബിഹൂന. പിന്നെ ഇനി ഉണ്ടാ യസ്തഈന. പിന്നെ അടുത്തതിലുണ്ടോ? ല അസ് ഏത് ഏത് നിസ അത് പെണ്ണെന്നല്ലേ നിസാ, അത് ഇസ്മാണ്. നീ അതന്നെ ഫീലാണ്, മാലിയാണ്. അത് തഫഅല തഫഅല, ഇത് നമ്മൾ നേരത്തെ വരച്ചാണിത്, നേരത്തെ മാലിക്ക് വരച്ചാണിത് തഅദ്ദന. പിന്നെ വേറൊരു പ്രത്യേകത, മുലാരിനിക്ക് എന്തായിരിക്കും എന്ന് അറിയാം, മുലാരിക്ക് അവസാനം റഫായിരിക്കും. ജസ്മും അതുപോലെ നസ്ബിന്റെയും ആമിലുകൾ ഇല്ലെങ്കിൽ റഫായിരിക്കും. തഅദ്ദന അത് റഫല്ലല്ലോ, ഫത്ഹാണ്, മാലിയാണ് തഅദ്ദന. ഇനി ഇനി ഇതിൽ ല അസീദന്ന നിങ്ങൾ പറഞ്ഞു അല്ലേ, ല അസീദന്ന. അത് ഈ നൂനുണ്ടല്ലോ, ഷദ്ദുള്ള സക്കീലാന്റെ നൂന് ചേർന്ന് വരുമ്പോൾ ഫത്ത് കൊടുക്കണം. സക്കീലാന്റെ നൂന് നമ്മൾ യഫ്അലന്ന അങ്ങനെ നമ്മൾ മീസാൻ സർഫ് സാദ സാദ യസീദു യസീദു യസീദാനി യസീദൂന തസീദു തസീദാനി യസീദിന തസീദു തസീദാനി തസീദൂന തസീദീന തസീദാനി തസീദിന. അസീദു എന്ന് വരിക, അസീദു. ഇതിപ്പോ സക്കീലാന്റെ നൂന് കണ്ടോ, ഒരു ഷദ്ദുള്ള നൂന്, ആ നൂന് ചേർന്ന് വരുമ്പോൾ അതങ്ങനെ വരിക, അസീദു നസീദു എന്ന് വരിക. അത് നമ്മളിപ്പോ ഈ ഇല്ലല്ല, അസീദു നസീദു തൗക്കീദിന്റെ ലൈൻ ശക്കർത്തും, നിങ്ങൾ നന്ദി ചെയ്താൽ അത് വരും. മീസാനിൽ നമ്മൾ പറഞ്ഞല്ലോ ലയഫ്അലന്ന ലയഫ്അലാനി ലയഫ്അലുന്ന, അങ്ങനെ പോയിട്ടില്ല. അഫ്അലന്ന എന്ന് കണ്ടില്ലേ, ല അഫ്അലന്ന. അതേപോലെ അസീദന്ന, നിങ്ങൾ നന്ദി ചെയ്താൽ കേട്ടോ, നമ്മൾ നന്ദി ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും, അതിൻ്റെ അർത്ഥം. അപ്പൊ നിങ്ങൾ നന്ദികേട് കാണിച്ചാൽ അവിടെ പിന്നെ നോക്കി നിങ്ങൾ അവിടെ ശിക്ഷിക്കും എന്ന് പറഞ്ഞില്ല, അവിടെ എന്താ പറഞ്ഞ, എൻ്റെ ശിക്ഷ വലുതാട്ടോ. മുട്ടായി ഞാൻ തരാന്നൊക്കെ പറയില്ലേ കുട്ടികളോട്, നീ വാ വീട്ടിൽ കണ്ടു വാ, പായസം ഒരുക്കി വെച്ചിട്ടുണ്ട്, അതായത് നല്ല പായസമായി. അടുത്തതിൽ ഏതാ ഉള്ളത്? ഏതാ മുളാറത്തിന്റെ അക്ഷരയില്? അല്ല അൻതല്ല, ഏതാ വരിക? അൻതും. ഇന്ന് വന്നതുകൊണ്ട് ജസ്മീനാണ്, തക്ഫുറൂന എന്നുണ്ടാവും. ഏത്? അല്ലല്ല, അൻതും അൻതും ആണുങ്ങളോടാണ്. അതിന്റെ അതവിടെ അൻതുന്ന് കൊടുത്തുണ്ടോ, ഇവിടെ മൂസാ നബിന്റെ സംസാരം നോക്കിങ്ങള്. അത് ആ ആയത്തിന്റെ അർത്ഥം എന്താ? ആ ആയത്തിന്റെ അർത്ഥം എന്താ അറിയുങ്ങള്? മൂസാ നബി പറയാണ്, ഇൻ തക്ഫുറു അൻതും, നിങ്ങളെല്ലാരും കാഫിറായാല്, വമൻ ഫിൽ അർളി ജമീഅ, നിങ്ങളും ഭൂമിയിലുള്ള മുഴുവനും കാഫിറിങ്ങളായാലും വെച്ചു. അതായത് ആരും പറഞ്ഞത് കേട്ടില്ല. ഫൈനല്ലാഹ ലഗനിയ്യുൻ ഹമീദ്, അല്ലാഹു എന്താണ്, ഐശ്വര്യവാനാണ്. അനുസരണക്കേട് കാണിക്കാൻ തന്നെ കാഫിറിന്റെ അർത്ഥം ഒക്കെ തന്നെയാണ്. സത്യം സ്വീകരിക്കലല്ലേ വേണ്ടേ, അത് നിഷേധിക്കുമ്പോൾ ആ അനുഗ്രഹത്തെ സ്വീകരിച്ചില്ല, തള്ളിക്കളഞ്ഞു. കുറെ അർത്ഥമുണ്ട് കഫറക്ക്. ഇവിടെ
ഇവിടെ അർത്ഥം നിഷേധിച്ചു, അനുസരണക്കേട് കാണിച്ചു. അതായത് അള്ളാഹുവിനെ ആരനുസരിച്ചിട്ടില്ലെങ്കിലും ലോകത്തെല്ലാവരും, ഇപ്പം അതിനർത്ഥം നോക്കുങ്ങൾ, നിങ്ങളും ലോകത്തുള്ള മുഴുവനും അള്ളാഹുവിനെ അനുസരിച്ചിട്ടില്ലെങ്കിലും അള്ളാഹു ഐശ്വര്യവാനാണ്, അള്ളാഹു സ്തുതിക്കർഹനുമാണ്. ഇന്നത്തെ കാലത്തൊക്കെ അത് നമുക്ക് പറയാം. കുറേ ആളുകൾ ഇങ്ങനെ പറയുമ്പോഴേ നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഇങ്ങനെ തന്നെ, അത് അള്ളാഹുവിൻ്റെ പവറാണ്. അപ്പോൾ അനുസരിച്ചാൽ നമുക്ക് വന്നത് അല്ലെ അർത്ഥം. പറഞ്ഞത് കേട്ട് ജീവിച്ചാൽ അള്ളാഹ്ക്ക് എന്തെങ്കിലും കിട്ടിക്കോട്ടെ, ഞാൻ നന്നായിട്ട്, അങ്ങനെ നന്നാവണ്ടാന്ന്. അള്ളാഹു ഒന്ന് ഉഷാറായിക്കോട്ടെ, നമ്മളൊരു വലിയൊരാളല്ലേ, നമ്മളും കൂടി ഇങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ, നിസ്കരിക്കാതെ നോമ്പ് വെക്കാതിരുന്ന ആരാ അള്ളാഹുവിനത് ചെയ്യാണ്ടാകുക? അള്ളാഹ്ക്ക് കൂടി കുറവല്ലേ അത്? അങ്ങനല്ല, നമുക്ക് വേണോ നമ്മൾ ചെയ്തു. അടുത്തതിൽ പറയും, ഇവിടെ ഉണ്ടോ? അടുത്ത ആയത്തിലുണ്ടോ? അല്ലേ? ലമ്മു അല്ലല്ല, അത് നബ എന്ന് പറഞ്ഞ വിവരം എന്നർത്ഥം. ഖുർആനിൽ പിന്നെ ചില എഴുത്തിന്റെ ഒരു ശൈലിയുണ്ട്, എഴുത്ത് ശൈലി. നബ, ഈ വാവ് വന്ന എന്താ പറയുക, ഹംസക്ക് ലമ്മായതുകൊണ്ട് വാവ് വന്നാണ്. നബ ഉല്ലദീന മിൻ ഖബലിക്കും ഖൗമി നൂഹിൻ വആദിൻ വസമൂദ വല്ലദീന മിൻ ബഅദിഹിം. ഇനി ഉണ്ടോ? ലാ യഅലമുഹും ഇല്ലല്ലാഹ്. അതിലില്ലേ യഅലമു? അലിമ യഅലമു. യെസ്. അങ്ങനെ നോക്കി. വേറൊരു ആയത്തും കൂടി എടുക്കാം, വേറൊരു പേജും കൂടി എടുക്കാം. ഒരു 300-ാമത്തെ പേജ് എടുത്തു. യെസ്. ഇത് നമ്മളെപ്പോഴും ഓതുന്നതാണ്. പറയും ഫസ്റ്റത്തെ ആയത്തിൽ ഏതൊക്കെ ഉണ്ട്? ഫസ്റ്റത്തെ ആയത്തിൽ മുദാരി ഏതൊക്കെ ഉണ്ട്? അസീസ്ക വൈകിയ ആ അത് ഇസ്മാണ്. നഫ്സ് പറഞ്ഞാല് ശരീരം എന്നാണ് അർത്ഥം. യെസ്. പിന്നെ പിന്നെ ആ ഒരു മിനിറ്റ് അസീസ് കേൾക്കണല്ലേ? നമ്മള് മാലി ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, മുലാരിനെ വിശദീകരിച്ചിട്ടില്ല. മുലാരി എന്താന്ന് ഒന്ന് പറഞ്ഞു കൊടുത്താണ്. അപ്പൊ മുലാരിന്റെ തുടക്കത്തില് നമ്മൾ മീസാനിൽ പഠിച്ചിരുന്നു, അലിഫും താഉം യാഉം നൂനും, ഈ അക്ഷരങ്ങളിൽ ഒന്നുണ്ടാവും. നമ്മൾ അലിഫ് താ യാ നൂനും ഇങ്ങനെ കണ്ടുപിടിക്കുകയാണ് ഖുർആൻ നോക്കിയിട്ട്. അപ്പൊ ഇതിലിപ്പോ എന്ത് ചെയ്തു വെച്ചാൽ യദുഊന ഉണ്ടോ, ഇത് മുലാരിയാണ്, അതിന്റെ തുടക്കത്തിൽ യാ ഉണ്ട്. ഇല്ല, ഇവിടെ യദുഊന എന്നുള്ളതിന്റെ തുടക്കത്തിൽ യാ ഉണ്ട്. യുരീദൂന ആണ്, അവിടെ യാ ഉണ്ട്. ഈ യുരീദൂനന്റെ മാലി എന്തായിരിക്കും? യെസ്, അറാദ യുരീദു കേട്ടോ, അറാദ യുരീദു. പിന്നെ ഇനി ഉണ്ടായില്ല മാലി, ആ മുലാരി സൂറത്ത് ആ ആയത്തില് ഉണ്ട്, ലാ തഅദു. പിന്നെ അദാ യഅദു എന്ന് വരിക, അദാ യഅദു. പിന്നെ ഇനി ഉണ്ടായില് യെസ്. പിന്നെ വലാ തുതി. അതിന്റെ മാലി എന്തായിരിക്കും എന്നറിയോ? അല്ല, അത്താ എന്ന് വരും. അത്താ, വഴിപ്പെടുക എന്നർത്ഥം. ഇനി ഇതിൽ രണ്ട് നഹിയ നഹിയ എന്ന് പറഞ്ഞാൽ മുതാരി തന്നെ. തുടക്കത്തില് നെഹിന്റെ ലാ ഉണ്ട് എന്നുള്ളൂ, ലാ തുതി. ഇപ്പൊ നമ്മള് നെഹി പറയും, അല്ല പക്ഷെ അത് നമ്മള് മുലാറത്തിന്റെ അക്ഷരല്ലല്ലോ ഇതില്. അവിടെ നമ്മൾ ഇസ്ബിർ എന്നുള്ളതിൽ എന്തില്ല, മുലാറത്തിന്റെ അക്ഷരല്ലല്ലോ. ശരിക്ക് രണ്ട് ഐറ്റം ഫീലുകളെ ഉള്ളൂ, മാദിയും മുലാരിയും. മുലാരി എന്നാണ് അംബ്രു ഉണ്ടാക്കുന്നത്, നെഹിയും ഉണ്ടാക്കുന്നത്.
മുലാരി കണ്ടുപിടിക്കുകയാണ്. അത്വാഅ യുതീഉ എന്നാണ് വരിക. അത്വാഅ യുതീഉ. അങ്ങനെ നമ്മൾ അതിൻ്റെ ഇത് വരുന്ന സമയത്ത് ലാ യുതീഉ നഹി ആയതുകൊണ്ട് അവസാനത്തേന് ജസ്മ് ചെയ്യുമല്ലോ. അപ്പോൾ നമ്മൾ അവസാനത്തേന് മുമ്പുള്ളത് യാ ആണ്. യായിനിക്കും സുക്കൂന്, അവസാനത്തെ ഐനിനും സുക്കൂന്. രണ്ട് സുക്കൂന് വന്ന ബലഹീനമായ ലെറ്ററിനെ കളയുന്ന. അപ്പോൾ യായിനെ കളഞ്ഞു. അപ്പോൾ ഇവിടെ ലാ തുത്തിഴ് എന്നായി. ശരിക്കും അവിടെ ഒരു യാ കൂടി ഉണ്ട്. ശരി, തുത്തീഴ് എന്നുണ്ടാവുക. കാന യക്കൂനു വലം യക്കുല്ലഹു, വലം യക്കുല്ലഹു എന്നല്ല നമ്മൾ പറഞ്ഞു. അവിടുത്തെ വാവനെ കളഞ്ഞില്ലേ? കാന യക്കൂനു എന്നുള്ളത് വാവനെ കളഞ്ഞ. അതേപോലെ ഇവിടെ കളഞ്ഞ. മനസ്സിലായോ? ഇവിടെ ക്ലിയർ അല്ലേ? റാഫിക അല്ല, അത് അത് അങ്ങനെ പറഞ്ഞാൽ എന്താ പ്രശ്നം എന്നറിയോ? മൂന്നക്ഷരമുള്ള മാലിന്റെ മുലാരിയില് മുലാറത്തിന്റെ അക്ഷരത്തിനിക്ക് എന്തേ വരുള്ളൂ? ഫത്ഹേ വരുള്ളൂ. നസറിന്റെ മുലാരി എന്താ? യൻസുറുന. നസറിന്റെ മുലാരി യൻസുറു. ഖത്തബന്റെ മുലാരി യക്തുബ്. അവിടെയൊക്കെ മുലാറത്തിന്റെ ലെറ്ററിന് ഫത്ഹ കൊടുത്തു. ഇവിടെ ലമ്മ കൊടുത്തു അല്ലേ? തൂന്നല്ലേ? ലമ്മ് കൊടുക്കുന്നത് 4 അക്ഷരം മാലിന്റെ. അതിന് നമ്മൾ നാളെ പറയും ഇൻഷാ അല്ലാഹ്, അടുത്ത ദിവസം പറയും. 4 അക്ഷരം മാലി ആയതിൻ്റെയാണ് എന്ത് വരിക? മുലാറത്തിന്റെ ലെറ്ററിന് ലമ്മ് വരിക. സുലാസി മസീദ്. ആ തോ ആണ് അഫ്അല വസ്ന്. ഏത് മനസ്സിലായില്ല? അത് ഈ ഇങ്ങനെ ഇല്ലത്തിന്റെ ലെറ്റർ വന്നുകൊണ്ട് ഇങ്ങനെ ആയതാണ്. ഇല്ലത്തിന്റെ ഒരു അക്ഷരം വന്നല്ലോ, ഇല്ലേ? ന്യൂനത ഉള്ള ഒരു അക്ഷരം വന്നല്ലോ. ത്വാഇന് ശേഷം ഒരു വാവ് വന്നില്ലേ? ഇവിടെ യാ ആയിട്ട് വന്നാണ് തുതീഉ എന്ന് വരിക. തുതീഉ. അപ്പൊ യാ അവിടെ നിൽക്കും. കാരണം ഇൽത്തിക്കാഉ സാക്കിനി അവിടെ അല്ല. തുതീഉ എന്ന് പറയുമ്പോൾ നെഹിന്റെ ലാ വരുമ്പോൾ ഐനിക്ക് എന്താണ്? സുക്കൂന് കൊടുക്കണം. ജസ്മിന് സുക്കൂന് കൊടുക്കും. അപ്പൊ തുതീഉ. അതെ, വേറെ ഉണ്ട്, വേറെ ഉദാഹരണങ്ങളൊക്കെ ഉണ്ട്. ഏത് രണ്ടാമത്തെ? അഫ്അലയില് ജസ്മ് വരില്ലല്ലോ. ഞാൻ ഇതിന്റെ പറഞ്ഞത് അഫ്അലയില് ശരിയാണ്. ആ ഫ് ആ ല എന്നാണ്. രണ്ടാമത്തേന് സുക്കൂനാണ്. അത്വാഅയില് അതാണ് അതാണ് പറയുന്നത്. അജാബ കണ്ടോ? അജാബ എന്ന് കണ്ടോ? അജാബ. അതുപോലെ അആന സഹായിച്ചു. അആന. അആറ വായ്പ കൊടുത്തു. അതങ്ങനെ വരാൻ കാരണം നിങ്ങൾ ചോദ്യത്തിന് മറുപടിയാ പറയണേ. രണ്ടാമത്തതിന് സുക്കൂനല്ലേ, ഇവിടെ ഫത്ഹ് അല്ലേ എന്നല്ലേ നിങ്ങൾ ചോദിക്കുന്നത് അത്വാ എന്ന് പറയുമ്പോൾ. അതിന് കാരണം പറയാണ്. അയിന് ഫീല് മുഴുത്തല്ലായത്, അത് നടൂത്ത ലെറ്റർ ഇല്ലത്തായതിന്റെ ഈ ബാബ് ഇങ്ങനെയാണ് വരിക. നടൂത്തത് ഇപ്പൊ നടൂത്ത് കാല. കാലന്റെ രണ്ടാമത്തെ ലെറ്റർ അയിന് ഫീല് മുഴുത്തല്ലാണ്. ത്വാന്റെ അയിന് ഫീല് മുഴുത്തല്ലാണ്. ജാബന്റെ അയിന് ഫീല് മുഴുത്തല്ലാണ്. ആനന്റെ അയിന് ഫീല് മുഴുത്തൽ. ഇങ്ങനെ വരുന്നതിന്റെ ഇഫ്ആലം ബാബ്, അതായത് അഫ്അല എന്നുള്ള ബാബ് വരുമ്പോൾ ആ ഇല്ലത്തിന്റെ അക്ഷരം ഉണ്ടല്ലോ, ഇല്ലത്തിന് അക്ഷരത്തിനൊരു ഹർക്കത്തുണ്ടല്ലോ, ആ ഹർക്കത്ത് അതിന്റെ മുമ്പുള്ള എനിക്ക് കൊടുക്കും. അപ്പോൾ അത്ത് അത്ത് വ എന്നുള്ളത് ശ്രദ്ധിക്കണേ. അത്തു വ എന്നുള്ളത് എന്താവും? ആ വാവ് അത്തു വ എന്ന് വരേണ്ടതിന്റെ വാവിന്റെ ഹർക്കത്തിനെ ത്വാഇന് കൊടുത്തു. അപ്പൊ എന്തായി? ആ ത്വ വ് ആനായി. അത്വ ആ. വാവിന്റെ മുമ്പുള്ളത് ത്വ ആണല്ലോ. ത്വായിനിക്ക് ഫത്ഹ് അല്ലേ? ഫത്ഹിനോട് യോജിച്ചത് അലിഫ് ആയതുകൊണ്ട് അതിനെന്താക്കി മറിച്ചു? അലിഫാക്കി മറിച്ചു. മനസ്സിലായോ? മനസ്സിലായോ? ആന എന്നുള്ളതിന്റെ അഴ്വന എന്ന് വരിക. ആ വന. വാവ് ലൈഫാണ്. അതിന്റെ മുമ്പുള്ളത് സുക്കൂനുമാണ്. വാവിന്റെ ഫത്ഹ് മുമ്പുള്ള ഐനിന് കൊടുത്തു. ആ ഫത്ഹിനോട് യോജിച്ചത്
അലിഫായതുകൊണ്ട് ഈ വാവിനെ മറിച്ച് അലിഫാക്കി. ആന, അജാബ, ആറ, അനാറ, കത്തിച്ചു, തീ കത്തിച്ചു. ആന സഹായിച്ചു. അതെ അതെ. ഔന്, ഔന് പറയില്ല നമ്മള്. അല്ലാഹു ഫി ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫി ഔനി അഖീഹി. അത് അതിൻ്റെത്. ഈ അതെ അതെ. മാലി അല്ലേ? അതെ അതെ. ജവബ, കാല, കവല, അങ്ങനെ വരിക. നമ്മൾ ഇതിൽ മറ്റേ മുഴത്തല്ലായതിൻ്റെ അവിടെ നമ്മൾ എന്താവും ശരിക്ക് അത് പറയും. ഇപ്പം നമ്മൾ ഇത് ഇത് നിങ്ങൾ വലിയ കൺഫ്യൂഷനിൽ മനസ്സിലാക്കണ്ട. അത് നമ്മളിപ്പോൾ ഇപ്പോൾ വരുന്ന ഏരിയയിൽ നമ്മളിപ്പോൾ ഇത്രേ വരുന്നുള്ളൂ. ഇപ്പോൾ പറഞ്ഞിടത്ത് ഇത്രേ ഉള്ളൂ. ഏത് മുലാറത്തിൻ്റെ 4 അക്ഷരങ്ങളിൽ ഒന്ന് തുടക്കത്തിലുള്ളത്. അതന്നെ ആ 4 അക്ഷരങ്ങൾ സായിദയായിട്ട് വരണം, അസ്ലിയായിട്ട് വരാൻ പാടില്ല. അസ്ലിയായിട്ട് വരാൻ പാടില്ല. ഇപ്പോൾ അസ്ലിയായിട്ട് ഇപ്പോൾ അക്കല, ആ കല, അത് 3 അക്ഷരം തുലാത്തിയാണ്, മാലിയാണ്, മുലാരിയല്ല. ആ എന്നുള്ളത് അസ്ലിയായ അക്ഷരമാണ്, അതിൻ്റെ മീനിങ്ങിൽ വരുന്ന അക്ഷരമാണ്. ഏതുപോലെ ആ നസറ, നസറക്ക് തുടക്കത്തിൽ നൂനുണ്ട്, അത് സായിദയല്ല, അത് അസ്ലിയാണ്. ആ നൂന് അതിൻ്റെ മീനിങ്ങിൽ ചേർന്ന് വരുന്ന പദമാണ്, അത് മാലിയാണ്. പക്ഷെ അതിൻ്റെ മുലാരി യൻസുറു, ആ യാ അതിൻ്റെ മീനിങ്ങുമായിട്ട് ഒരു ബന്ധമല്ല. മുലാരി ആവാൻ വേണ്ടിയിട്ട് തുടക്കത്തിൽ യാ സായിദയായിട്ട് വന്നതാണ്. ഇനി നെൻസുറു എന്ന് പറയും, അതും നൂനും ഈ മീനിങ്ങുമായിട്ട് ബന്ധമല്ല, അസ്ലിയായ നൂനുമായിട്ട് ബന്ധമല്ല. നെൻസുറു, ഞങ്ങൾ സഹായിക്കും എന്ന മുലാരി ആയ അർത്ഥം കിട്ടാൻ വേണ്ടി സായിദയായ നൂന് ചേർന്ന് വന്നതാണ്. ക്ലിയർ അല്ലേ? ഇതാണ് ഇവിടെ തന്നെ അതാ അഹാത്ത ഉണ്ടോ? അഹാത്ത ഇതേതാ? നമ്മളിപ്പോൾ അത്താ എന്ന് പറഞ്ഞ പോലെയാണ് ഇത്. അഹാത്ത മാലിയാണ്, അഫ്അല എന്നുള്ളതാണ്. അലിഫ് കണ്ടെങ്കിൽ ഈ അലിഫ് ശരിക്ക് അഹ്വത്ത എന്നാണ് വരേണ്ടത്. കാണില്ലേ റാഫിക്ക്? കാണില്ലേ ഈ അഹാത്ത എന്നുള്ളത്? അത് മാലിയാണ്. മാലി ഏത്? അഫ്അല യുഫ്ഇലു, ആ അഫ്അല തന്നെയാണ് അഹാത്ത. ഇവിടെ 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 അഗ്ഫൽന, ഇതാണ് അഗ്ഫൽന, മാലിയാണ്. വേറൊരു മാലിയും കൂടി ഉണ്ട് ഇതിൽ, ഈ ആയത്തിൽ, 28ാമത്തെ ആയത്തിൽ. പറയാൻ പറ്റുമോ? 2 ഉണ്ട്, 2 മാലിയുണ്ട് ഇതിന് ശേഷം, അഗ്ഫൽന എന്നുള്ളതിന് ശേഷം ട്ടോ. വത്തബ, ഇത്തബ എന്നാണ് ഉണ്ടാകുക. ഇത്തബ അലിഫ് സൈലന്റ് ആയി. ഇജ്തമ എന്ന് പറഞ്ഞില്ലേ നമ്മൾ, ഇജ്തമ. പിന്നെ കാന. ഇനി ഇങ്ങനെ നോക്കിയോ നിങ്ങൾ, ഇതാ ഷാ മാലിയാണ്. ഫൽ യുമിൻ അംറാണ്. ഫൽ യുമിൻ, ലിയുമിൻ, ഫാ വന്നുകൊണ്ട് ലാമിനിക്ക് സുക്കൂൻ കൊടുത്തതാണ്. ഷാ മാലി. ഷാ ഏത്? അല്ല അത് ഷയ ആണ് വരെ. കാല പോലെ വന്നാണ് ഷാ. കാല വന്നില്ലേ? കാല, കാല എന്നുള്ളത് ഐൻഫീൽ മുഴുത്തല്ലല്ലോ, അതേപോലെ ഷാ ആൻഡ് ഐൻഫീൽ മുഴുത്തല്ല. വമൻ ഷാ ഫൽയക്ഫുർ. ഇതെന്താ? അഴ്ത്തദിന മാലിയാണോ മുലാരിയാണോ? തയ്യാറാക്കിയിട്ടുണ്ട്. ഇന്ന അഴ്ത്തദിന മുലാരിയാണ് അല്ലേ? അത് എഴുത്താത എന്നാണ് അതിന്റെ മാലി വരെ. എഴുത്താത, എഴുത്താതു, എഴുത്താതു, എഴുത്താതു എന്നുള്ളത് അല്ലല്ല, ഇഫ്താല, ഇഫ്താലാണ്. അത് ഇപ്പൊ നിങ്ങൾ കേട്ടാ മതി. അത് എഴുത്താത, ഇഫ്താല, ഐൻഫീൽ മുഴുത്തല്ലാണ് അതിന്റെ, അതുകൊണ്ട് എഴുത്താത എന്ന് പറഞ്ഞത്. എഴുത്താത, ഈ എഴുത്താത,
നമ്മൾ മനസ്സിലാകാത്ത പ്രശ്നമൊന്നുമില്ല. എഴുതാനൊരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ഇതിൽ, അല്ലെങ്കിൽ എഴുതാമായിരുന്നു. എന്താണ് ഇപ്പോൾ ഈ ഏഴ് ഇഫ്താല വെച്ച് നോക്കുങ്ങളിലേക്ക് ഇ ഫ് ത അ ല വന്നില്ലേ അല്ലേ സുഹേൽ സാറേ? ഇതിലേക്ക് വെച്ചു കൊടുക്ക് ഈ ഏഴ് താത. എത്ര അക്ഷരമുണ്ട്? 1 2 3 എന്താ 5 അക്ഷരമുണ്ട്. ഇഫ്താലിൽ എത്ര അക്ഷരമുണ്ട്? ഇ ഫ് ത അ ല. അതിൽ മനസ്സിലായില്ലേ? അപ്പോൾ ഇഴ്താദ ഇഫ്തഅല, ത അധികം അലിഫു അധികം. മുത്തലാണ് ഇതിന്റെ ഇഴ്താദ. ഇതിന്റെ മുതാരി എഴുത്താദു എന്നാ വരിക. എഴുത്താദു അത് സർഫാക്കുമ്പോൾ എഴുത്താദു എഴുത്താദാനി എഴുത്താദൂന തഴത്താദു തഴത്താദാനി എഴുത്താദൂന. ആ തഴുത്തതിന അഴുത്താദൂൻ അഴുത്താദു. ഇത് മാലിയാണ് കേട്ടാ, മാറിപ്പോയി. അഴുത്തത അഴുത്തതന്റെ അഴുത്തത അഴുത്തത സർഫാക്കി നോക്കി. ആ ആ ആ അഴുത്തതിന 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 മറ്റേത് എന്നിട്ടല്ല. ഇനി അടുത്തത് ബാക്കി 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 സർഫാക്കി. അഴുത്തത അഴുത്തത പിന്നെ അഴുത്തത്ത അല്ലേ? അഴുത്തത്ത അഴുത്തത്തുമ അഴുത്തത്തും അഴുത്തത്തി അഴുത്തത്തുമ. പിന്നെ അഴുത്തത്തു അഴുത്തതിന. ശരിയല്ലേ? അഴുത്തതിന മാലിയാണിത്. അൻസൽന ഇന്ന അൻസൽനാഹു. അൻസർന. അപ്പൊ ശരിയായി. അതില് അത് മാലിയാണ്. അത് ഏത് മാലിയാണ്? 3 അക്ഷരമുള്ള മാലിയാണ്. ഇത് സുലാസിയാണ്, മസീദ് ഫി ആണ്, 3 അക്ഷരം മാത്രമല്ല. ആ എത്ര ഉണ്ട്? അപ്പോൾ 1 2 3. ഈ ഫസ്റ്റത്തത് അലിഫ്, അലിഫ് അധികം. യസ്തഗീഫു മാലിയ മുലാരിയ. ഇസ്തഗാസ യസ്തഗീഫു. ഇന്നു വന്നുകൊണ്ട് നൂന് പോയതാണേ. അവർ സഹായം ചോദിച്ചാൽ അവർക്ക് മുഖം കരിഞ്ഞുണങ്ങിപ്പോകുന്ന വെള്ളം കൊടുക്കപ്പെടും, സഹായിക്കപ്പെടും. കാഫിരിങ്ങളെ, അതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പൊ ഇന്നു വന്നുകൊണ്ട്, ഇന്നു വന്നില്ലേ? ഇന്ന് വരുമ്പോ രണ്ടെണ്ണത്തിന് ഇന്ന് എന്നുള്ളത് 2 മുലാരിയാഫിലേക്ക് ജസ്മ ചെയ്യും. നമ്മൾ അവാമിൽ പഠിച്ചിരുന്നു. അതും യുഗാഫൂനാന്നുണ്ടാകുക. അവിടെയും ജസ്മ. ഇനി മുലാരിയ ഫീൽ ഉണ്ടായില്ലേ? പറയാൻ പറ്റുമോ? യശ്വി. യെസ്, ഷവാ യശ്വി. ഷവായ എന്ന് കേട്ടില്ലേ? മശ്വിൻ. യശ്വിൽ വുജൂഹ എന്ന് പറഞ്ഞാല് ഈ ആവി വന്നിട്ട് മുഖത്തിന് എന്ത് ചെയ്യും? തീയിന്റെ ആവി ഇവർക്ക് ഒരു വെള്ളം കൊടുക്കും. ആ വെള്ളത്തിൽ വരുന്ന ആവി തന്നെ മുഖത്തെ കരിച്ചു കളയുന്നു. ഷവായ ആവി എന്നല്ല ഉണ്ടാണ്, ചൂടിന്റെ. അത് അടിയിൽ നിന്ന് തീ കത്തിച്ചിട്ട് അതിന്റെ ചൂട് ശവ അതിന് കരിക്കുന്നത്, ഒരിക്കുന്നത് എന്നൊക്കെ അർത്ഥം. ഇന്നല്ലദീന ആമനു.
ആമനു മാലിയാണ്. ആമന ആമന ആമിനു അമിലു മാലി. ഇതാ ഇന്ന ലാ നുദീഉ ഏതുപോലെ അത്വാഅ യുതീഉ പറഞ്ഞ പോലെ ലാ നുദീഉ ഇവിടെ നില്ല അത് മാലിയാണ്. സാഅത്ത് മാലി മാലിയായ ഫീലാണ്. ഇതെന്താ ബിഇസ നിഅമ ബിഇസ സാഅ ഹബ്ബദ എന്ന് പഠിച്ചില്ലേ നമ്മള്? മദ്ഹിന്റെയും ദമ്മിന്റെയും ഫീല് ഓർക്കുണ്ടോ? ഒരാളെ ഒരാളെ പുകഴ്ത്താനും ഒരാളെ ആക്ഷേപിക്കാനും പറയുന്ന ഫീലുകൾ അടുത്താണത് ബിഇസ. അതും ഫീലാണ്, മാലിയായ ഫീലാണ്. മാലിയായ ഫീൽ, പക്ഷെ അത് ഇതിന് ജാമിദായ ഫീൽ എന്നാ പറയാ. ഇത് സർഫാവൂല. ബിഇസ യബ്അസു ബിഇസൻ ഫഹുവ ബാഇസുൻ അങ്ങനെ പറയില്ല. ബിഇസ മാലി സർഫാവും. ബിഇസ ബിഇസ ബിഉസു ബിഇസത്ത് ബിഇസത ബിഇസ്ന അങ്ങനെ പറയും. ബിഇസ യബ്അസു എന്ന് സർഫാവൂല, മുലാരി വരില്ല. ഇത് ഇത്തരം കുറച്ച് പേര്. നിഅമ മാലിയാണ്. നിഅമ മാലിയായ ഫീലാണ്. ബിഇസ മാലിയായ ഫീലാണ്. നിഅമ യൻഅമു എന്ന് സർഫാവൂല. അപ്പൊ നമ്മള് ആദ്യത്തത് ഫത്ഹാകുക എന്നുള്ളത് ശ്രദ്ധിക്കണേ. മാലിക്കേ മാലിക്ക് ആദ്യത്തെ ലെറ്റർ ഫത്ഹാകുക എന്നുള്ളത് ഇവിടെ കസറല്ലേ വന്നേ. അത് നമ്മൾ എങ്ങനത്തെ ഫീലിന്റെ ആണ് മാലിക്ക പറയണത്? സർഫാകുന്ന ഫീലുകൾക്ക്. മനസ്സിലുണ്ടോ സുഹേൽ സാറേ? നമ്മൾ മഅറൂഫിന് എന്താ പഠിച്ചത്? മഅറൂഫായ ഫീലിനിക്ക് നമ്മൾ ആദ്യത്തതിന് ഫത്ഹായിരിക്കും എന്ന് പറഞ്ഞില്ലേ? ഇത് എക്സെപ്ഷൻ ആണ്. ഇത് ജാമിദായ ഫീലുകളാണ്. ജാമിദ് എന്ന് പറഞ്ഞാൽ സർഫാകാത്ത ഫീലുകളാണ്. മുലാരി ഉണ്ടാവില്ല, അംറ് ഉണ്ടാവില്ല. കുറച്ചേ ഉള്ളൂ. ഇങ്ങനത്തെ നിഅമണ്ട്, ബിഇസ, സാ, അതുപോലെ ഹബ്ബദ വരും. പിന്നെ ഇത് വരും. ഏത് വെച്ചാല് ഹസ്ബു ഹസ്ബുന അങ്ങനത്തെ കുറച്ച് ഭാഗങ്ങളുണ്ട്, കുറച്ച് ഫീലുകളുണ്ട്. അത് ഇസ്മായിട്ടാണ്. ഹസ്ബുന എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് മതിയായവൻ അള്ളാഹുവാണ്, അവിടെ ഇസ്മാണ്. ചില അങ്ങനത്തെ കുറച്ച് ഇപ്പൊ ഈ ബിഇസ നിഅമ ഉള്ള പോലത്തെ കുറച്ച് ഫീലുകളുണ്ട്. അത് എന്തില്ല, അത് സർഫായിട്ട് വരില്ല. ഈ യബ്അസു അംറ് ഇബ്അസ്, അതുപോലെ സാ സാ പിന്നെ അതിന്റെ മുലാരി വരും കേട്ടോ. സാ യസീഉ എന്നാ വരിക. യസീഉ. പിന്നെ ഏതുണ്ട് അറിയോ? അസ. അസ നമ്മൾ പഠിച്ചില്ലേ? സാധ്യതന്റെ പോസിബിലിറ്റി പറയുന്നുണ്ട്. അസ അസന്റെ മുലാരി യസു അങ്ങനെയൊന്നും വരില്ല. പോസിബിലിറ്റി പറയുന്നത് അതതിന്റെ മജ്ഹൂലാണ്. സാന്റെ മജ്ഹൂലാണ് സി. ഇതുപോലെ കാലന്റെ ഖീല എന്ന് പറയുന്നുണ്ട്. കാലന്റെ ഖീല എന്ന് പറയും. അതുപോലെ സാന്റെ സി മജ്ഹൂലാണ്. അല്ലേ നമ്മൾ മുലാരി ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. സർഫാകുക എന്ന് പറഞ്ഞാൽ മാലി സർഫാവും. അതന്നെ നമ്മളൊരു ഒരു ഫീൽഡിൽ മജ്ഹൂൽ വരില്ല. നിയമക്ക് മഅറൂഫേ സർഫാകുള്ളൂ. നിഅമ നിഅമ നിഅമു നിഅമത്ത് എന്ന് വരും. ആ ഉദു എടുക്കണ അവിടെ പറഞ്ഞില്ലേ, പൂർണ്ണമായ ഉദു എടുത്ത് കുളിക്കണ്ട ആള് കുളിക്കലാണ് വേണ്ടത് വെള്ളിയാഴ്ച. ഉദു എടുത്താൽ നിഅമത്ത് ബിഹ നിഅമത്ത്, ആ ഇളവ് കൊണ്ട് അവൻ എടുത്തോ നന്നായിട്ടെന്നും പറഞ്ഞു. അവിടെ നിഅമത്ത് താവ് വരുന്നുണ്ട്. അത് പാലിയ ഫീൽ തന്നെയാണ്, പക്ഷെ ജാമിദാണ്. അതിന് എന്തുണ്ടാവില്ല, മുദാരിയോ അമ്രോ നെയ്യോ ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞ നിയമം ഏത് നിയമം? മാലി സർഫാകുന്ന മുദാരിയും അമ്രും നെഹിയൊക്കെ വരുന്ന മാലിയായ ഫീലിന്റെ തുടക്കം ഫത്ഹായിരിക്കും, അല്ലെങ്കിൽ ഹർക്കത്തുള്ളതിൽ തുടക്കം വരുന്നത് ഫത്ഹായിരിക്കും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? സമയം കുറെ ആയില്ലേ? ഇത് ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? നമ്മൾ മുദാരിയിലേക്ക് കടക്കുന്നത് ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം പറയാം. അപ്പോൾ നമ്മൾ കുറച്ച് പറഞ്ഞു. തുടക്കത്തിൽ അലിഫുണ്ടാവും, അല്ലെങ്കിൽ താ ഉണ്ടാവും, യാ ഉണ്ടാവും, നൂൻ ഉണ്ടാവും. നമ്മൾ സർഫാക്കിയിട്ടുണ്ടല്ലോ. യൻസുർ യൻസുറാനി യൻസുറൂന, സിമ്പിളാണ്. യൻസുർ യൻസുറാനി യൻസുറൂന, തൻസുർ തൻസുറാനി യൻസുർന അങ്ങനെ വരും. യദ്രിബു യഅലമു
യുദഹരിജു. ഇതേപോലെ തന്നെ സർഫാക്കുക. യുദഹരിജു, യുദഹരിജാനി, യുദഹരിജൂന, തുദഹരിജു, തുദഹരിജാനി, യുദഹരിജന. യുക്രിമു നമുക്ക് നാളെ സർഫാക്കാം. യുക്രിമു, യുക്രിമാനി, യുക്രിമൂന. യുക്കാത്തിലു, യുക്കാത്തിലാനി, യുക്കാത്തിലൂന. അതേപോലെ തന്നെ നമ്മൾ നൻസുർ, നസറ, നസറ എന്നുള്ളത് സർഫാക്കിയ പോലെ എന്താണ് ഫാഅല, ഫാഅല, ഫാഅലു എന്നൊക്കെ സർഫാക്കിയത്. അതേപോലെ തന്നെ ഇവിടെ യൻസുറു, യൻസുറാനി, യൻസുറൂന എന്നുപോലെ തന്നെ ബാക്കിയുള്ളതിന് എല്ലാത്തിൻ്റെയും യജ്തമിഉ, യജ്തമിഉ, യജ്തമിആനി, യജ്തമിഊന. ക്ലിയർ അല്ലേ?